ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിയും ശാരദയും എല്ലാവരും കൂടിയിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. അപ്പോൾ അവർ എന്തായാലും ജയപാലൻ കാരണം തന്നെയാണ് അവർക്ക് ആ ഒരു വീട് കിട്ടുന്നത്. കാരണം ജയപാലൻ നരേനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോണ്ടാണ് ആ ഒരു ഭീഷണി കേട്ടിട്ടാണ് എന്തായാലും അങ്ങനെ ഒരു ഭീഷണിക്ക് മുന്നിൽ താൻ വഴങ്ങില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീട് വാടകയ്ക്ക് എന്നെ കൊടുത്തത്. അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് അകത്ത് ജയപാലൻ വലിയൊരു വാക്കത്തിയായിട്ട് ഇരിക്കുന്നത് പോലെ ശാരദയ്ക്ക് തോന്നാണ് കേട്ടോ. പക്ഷെ അത് തോന്നലായിരുന്നു. പക്ഷെ അവർ അകത്ത് കയറി ഇരുന്ന് സംസാരിച്ചൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു കാവേരി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അകത്തൊക്കെ കയറി നോക്കി നടക്കുന്ന സമയത്ത് മുറിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണിങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പൂട്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തോ മന്ത്രമൊക്കെ ജപിച്ചിട്ട് ഒരു ചുവന്ന പട്ട് വെച്ചിട്ടൊക്കെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം പേടി തോന്നാണ് കേട്ടോ എല്ലാവർക്കും. വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും പ്രേതങ്ങാനാണോ, പ്രേതത്തിനെങ്ങാനും ആവാഹിച്ച് ഇരുത്തിയിട്ടുള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പ്രേതമാകുമ്പോൾ കൊല്ലുമല്ലേ ഉള്ളൂ, കൊല്ലാക്കൊല ചെയ്യൂലല്ലോ എന്നൊക്കെ ശാരദയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ജയപാലൻ അങ്ങോട്ട് കയറി വരുന്നത്. ജയപാലൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് എവിടെയും വീട് കിട്ടരുത്, എവിടെയൊക്കെയാണോ വീട് കിട്ടുന്നത് അവരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് അങ്ങനെ അടിച്ചു കൊടുക്കുക. ഇവർ ഗതിയില്ലാതെ നടക്കണം എന്നുള്ള രീതിയിലാണ് ജയപാലൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജയപാലന് തെറ്റുപറ്റി. ജയപാലൻ നേരെ വരെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. അവരെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ജയരാജൻ ശിവരാജനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഗായത്രിയുടെ ഭർത്താവ്. അപ്പം ഒരു വീട് വാടകയ്ക്ക് ഇവർക്ക് കൊടുക്കരുതെന്ന് അയാളോട് പറഞ്ഞിട്ട്. അപ്പം അയാളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയിട്ട് കാവേരിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കാവേരി വാടകയ്ക്ക് താമസിക്കാൻ അവരുടെ ഔട്ട് ഹൗസിലേക്ക് വരുന്നുണ്ട്. വന്ന് കയറിയല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് മുത്തശ്ശനും മുത്തശ്ശി ഇവരെ കാണാനും പരിചയപ്പെടാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഈ സമയത്താണ് ഇവിടേക്ക് ജയപാലൻ വന്നുങ്ങാട്ട് ഈ അക്രമമൊക്കെ കാണിക്കുന്നത്. എല്ലാവരും പിടിച്ചിറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വിനീതിനെ പിടിച്ചടിക്കുകയും ചെയ്യുമ്പോൾ വിനീത് അത് തടയുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കാവേരി വന്നുങ്ങാട്ട് ഇയാളെ പിടിച്ച് വലിച്ച് ഒറ്റ തള്ളാണ് കേട്ടോ. പുറത്തേക്ക് അയാൾ ചെന്ന് വീഴുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അയാൾ അടങ്ങുന്നില്ല. യമുനയും ഗംഗയും കാവേരിയും കൂടിയിട്ട് ഭീഷണിപ്പെടുത്താണ്. മേലിങ്ങോട്ട് കയറി പോകരുതെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ജയപാലൻ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ എവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. എൻ്റെ മകളുടെ ജീവിതം തകർത്ത് തരിപ്പടാക്കിയിട്ടാണ് നീയൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിനക്കൊന്നും ഒരിക്കലും സൗകര്യത്തോടെയും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ മുത്തശ്ശനും അതിലൊക്കെ ഇടപെടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, ഇത് ഞങ്ങളുടെ ഔട്ട് ഹൗസാണ്, ഞങ്ങളാണ് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ, നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഇയാൾ നേരെ നമ്മുടെ നരേനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ശിവരാജനുണ്ട്. ശിവരാജനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾ പറഞ്ഞത് മാത്രം അനുസരിക്കുള്ളൂ. ജയപാലനായിട്ട് കുറച്ച് കണക്ഷൻ ഉള്ളത് കൊണ്ടും തോട്ടം വാങ്ങിൻ്റെ തട്ടിപ്പിൽ ശിവരാജനും കൂടിയിട്ട് ഏർപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ജയപാലനെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നരേനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നരേൻ വരുന്നുണ്ട്. നരേൻ വന്നത് ഓർമ്മയുള്ളൂ കേട്ടോ. ഒറ്റ ചവിട്ടാണ് നെഞ്ചത്തേക്ക് ഇട്ടിട്ട് ഇവരെ ഇറക്കി വിടണമെന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഈ ഒരു ചവിട്ടോട് കൂടിയിട്ട് തന്നെ ജയപാലൻ മതിയായി. കാരണം ജയപാലൻ തെറിച്ച് പോകാണ് കേട്ടോ. അത് എൻ്റെ വീടാണ്, എൻ്റെ ഔട്ട് ഹൗസാണത്. അവിടെ ആര് താമസിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് അതിലിടപെടാൻ നിനക്ക് അവകാശമില്ല ജയപാല എന്ന് പറഞ്ഞിട്ട് അയാളെ അടിച്ചിറക്കാണ് കേട്ടോ. ഇവരവിടെ തന്നെ താമസിക്കും. എത്ര നാൾ വേണം അത്രയും നാൾ ഇവരവിടെ തന്നെ താമസിക്കും. നിനക്ക് ഇറക്കി വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറക്കി വിടാൻ പറയുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, നീ തന്നെ ഇവരെ ഇറക്കി വിടും, അതിനുള്ള പണിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നരേൻ പറയുന്നുണ്ട്, ശരി നീ അതന്നെ ചെയ്തു നോക്കോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കാണുമ്പോൾ കാവേരിക്ക് ഈ നരേനോടൊരു സ്നേഹവും അടുപ്പവും ബഹുമാനവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഒരിക്കലും നിളനെ രക്ഷിച്ചിട്ടുള്ള ഒരാളാണെന്ന് കൂടി യമുന അപ്പം പറയും. കാരണം അന്ന് നിളയ്ക്ക് വയ്യാതായി തലകറങ്ങി വീണ സമയത്ത് നരേൻ്റെ കാറിലാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവിടെ ചെല്ലുമ്പോൾ നരേനെ പെട്ടെന്ന് യമുനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആയൊരു അടുപ്പം കൂടിയിട്ടുണ്ട്. പക്ഷെ നരേനായ ഒരു അടുപ്പം പാവൊന്നും ഇവരോട് കാട്ടൊന്നുമില്ല കേട്ടോ. നരേനെന്ന് വെച്ചാൽ ജയപാലനോടുള്ള വെല്ലുവിളിക്കാണ് ഇവർക്ക് വീടൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്.